പ്രശാന്ത്, പിണറായി വിജയന് ഫ്ലൈറ്റ് മിസ്സായി. അത് അത്രയും വലിയ വാർത്തയാണോ? പ്രശാന്തിന് ട്രെയിൻ മിസ്സായിട്ടില്ലേ? എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇത് അത്ര വലിയ സംഭവമാക്കി മാറ്റാൻ എന്താ കാര്യം? പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പിണറായി വിജയൻ, പിന്നെ പോളിറ്റ് ബ്യൂറോ ആണ്. പോളിറ്റ് ബ്യൂറോ എന്ന് മാത്രം ജനമൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിണറായി വിജയൻ ഫ്ലൈറ്റ് മിസ്സായത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ ഇതുവരെ ഫ്ലൈറ്റ് മിസ്സായിട്ടില്ലല്ലോ. പിണറായി വിജയനെ ഫ്ലൈറ്റിൽ കയറ്റാൻ നൂറുകണക്കിന് ആൾക്കാർ നിന്നിരുന്ന ഒരു സമയവും അതിൻ്റെ സമയം നിശ്ചയിച്ചിരുന്ന ഒരു സമയവും വേണമെങ്കിൽ ഫ്ലൈറ്റ് തടഞ്ഞു നിർത്തി ഫ്ലൈറ്റ് കയറ്റി വിടുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇന്നലെ എന്തുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി, ഇപ്പം ആളും ആരോ ഒന്നും ഇല്ലയോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യമാണ് ഇന്നലെ തൊട്ട് അത് സോഷ്യൽ മീഡിയയിലും മറ്റു പലയിടത്തും വരുന്നത്. അതായത് ആളില്ല, ആരവുമില്ല, അദ്ദേഹത്തെ ആനയിക്കാൻ ആളില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം വന്നത്. കാരണം അല്ലെ, പണ്ടത്തെ സ്വഭാവം അനുസരിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒന്ന് ക്ഷുഭിതനാകത്തില്ലായിരുന്നു. അല്ല, ആരോട് ക്ഷുഭിതനാവാൻ? ആരോട്? പണ്ടായിരുന്നെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ ക്ഷുഭിതനാവുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ക്ഷുഭിതനാവാൻ പറ്റും. പണ്ട് ക്ഷുഭിതനാവാൻ അല്ലെങ്കിൽ ക്ഷുഭിതനാവാൻ പറ്റുന്ന ആൾക്കാർ വട്ടം ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ ക്ഷുഭിതനാവാൻ ആരെങ്കിലും വട്ടം വേണ്ടേ? സാറേ, ഇന്നലെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 12:30 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇളവ് മേടിച്ച് എനിക്ക് 2:50 ഫ്ലൈറ്റിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി. അദ്ദേഹത്തിന് കേരള ഹൗസിൽ ഏതാണ്ട് 1:30 വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഈ മനുഷ്യൻ 2:50 ആയപ്പോഴത്തേന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയതാണ്. അപ്പം അവിടുന്ന് ഇദ്ദേഹത്തിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ്. പണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടി വലിയ സെക്യൂരിറ്റി അല്ലെങ്കിൽ വലിയ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളൂ. അതിന് സെക്യൂരിറ്റി അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസറും അദ്ദേഹം ഒരുപക്ഷെ വിമാനത്താവളത്തിൽ വരുമെന്ന് കാണുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ വരുമ്പോൾ വിമാന കമ്പനി വേണ്ട പരിഗണന കൊടുത്തിട്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ളതിന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ അവരത് രീതിയിൽ പരിഗണിച്ച് അവിടെ വന്ന് ഇദ്ദേഹത്തെ ആ സമയത്ത് ആനയിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോഴും ഇദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. ഏതായാലും ഈ മനുഷ്യൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും പണ്ടത്തെ കൂട്ട് പ്രോട്ടോകോൾ ഓഫീസർ ഉള്ളതും ആ വിവരങ്ങൾ അവിടെ ധരിപ്പിക്കേണ്ടതും ഒക്കെയാണ്. കേരള ഹൗസിലുണ്ട്. കേരള ഹൗസിൽ നിന്ന് പ്രോട്ടോകോൾ ഓഫീസർ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അവിടെ വിമാനത്താവളത്തിൽ വരെ വന്ന് കാര്യങ്ങൾ ചെയ്ത് ബോധ്യപ്പെട്ടു പോകാറുണ്ട്. ഇത് ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. അപ്പോൾ ഇ.പി. ജയരാജൻ ഇടപെട്ടില്ലേ? ഇന്ത്യയായിട്ട് പിണക്കത്തിലായിരുന്നു. ഇണക്കമായെന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇണക്കമായെങ്കിലും പിന്നെ അതൊരു കേസ് കിടപ്പുണ്ട്. നേരത്തെ പുള്ളി അല്ല, ഇടയ്ക്ക് ഇന്ത്യയിൽ ഞാൻ കയറുന്നില്ല, ഇൻഡിഗോ ഫ്ലൈറ്റിനെ ഞാൻ പൂട്ടിക്കുന്നൊക്കെയാണല്ലോ. പുള്ളി കയറുന്നില്ല, പുള്ളി സ്ഥിരം യാത്രക്കാരനാണ്, യാത്രക്കാരന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തില്ല, പുള്ളിക്കെതിരെ അന്ന് മൊഴി കൊടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പിണങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പിണക്കം മാറിയിട്ട് വീണ്ടും അദ്ദേഹം കയറുന്നുണ്ടോ ഉണ്ടാവാം. ഏതായാലും അതോടെ നിൽക്കട്ടെ. അന്നും പിണറായിയുടെ രക്ഷകനായിട്ടാണ്. അപ്പൊ ഇപ്പം ഇദ്ദേഹത്തിന് രക്ഷകനായിട്ട് ആരുമില്ല. അദ്ദേഹത്തിന് നമ്മളീ പറയുന്നത് പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആളാണ്, ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അധികാരമൊന്നുമില്ലെങ്കിലും അതേ പദവിയുണ്ട്. കാരണം ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പം എന്നിട്ട് പോലും നമ്മൾ പറയുമ്പം പ്രോട്ടോകോൾ ഓഫീസർ വേണ്ട വിധത്തിലുള്ള ഇൻഫർമേഷൻ ഒരുപക്ഷെ ഈ പറയുന്നിടത്ത് കൊടുക്കാതിരുന്നത് കൊണ്ടായിരിക്കും നേരത്തെ ഉള്ളതുപോലെ ഇരുന്നിടത്തിരുന്നിട്ട് എന്നെ വന്ന് വിളിക്കും അല്ലെങ്കിൽ ആ സമയത്ത് പോയാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന ഈ പിണറായി വിജയൻ ഫ്ലൈറ്റ് മിസ്സാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഏറ്റവും അവസാനം ഈ മനുഷ്യൻ, നമ്മൾ എത്ര പറയുമ്പോഴും 10 കൊല്ലം മുഖ്യമന്ത്രിയായിട്ട് മനുഷ്യൻ ഫ്ലൈറ്റ് പോകാൻ നമ്മൾ ബാനിങ് ഇത് കൊടുക്കുമല്ലോ, പണി കൊടുത്തിട്ട് ആരും വരാത്തപ്പോൾ വരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ അതിന് വേണ്ടി ശ്രമിച്ചപ്പോഴത്തേന് അതിൻ്റെ മെയിൻ ഗേറ്റ് അടഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ, അതായത് ആ ഫ്ലൈറ്റിന് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഉണ്ടായിരുന്നത് 7:15 കണ്ണൂർ ഇറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ണൂരോ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അതിനകത്ത് അവിടെ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ട് ആ സമയത്തുള്ള ഫ്ലൈറ്റിന് അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും എത്ര പറയുമ്പോഴും അതിനകത്ത് ജോലി ചെയ്യേണ്ടവനും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസറും ഒക്കെ വേണ്ട വിധത്തിൽ ഇടപെടാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന് ആധികാരികമായിട്ട് ചെക്ക് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും ഉണ്ടായിരുന്നില്ലയോ എന്നല്ല. അങ്ങനൊന്നും വരത്തില്ലല്ലോ സാർ. ഇത് ഇപ്പോഴും സാർ എത്ര പറയുമ്പോഴും CPM-ന്റെ വലിയൊരു നേതാവും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളും ക്യാബിനറ്റ് റാങ്കുള്ള ആളും മുൻ മുഖ്യമന്ത്രിയും ഒക്കെയാണല്ലോ. അപ്പം അദ്ദേഹത്തിന് ഗൺമാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒക്കെ കാണേണ്ടതല്ലേ. അപ്പം എന്തായാലും പിണറായി വിജയൻ ഒരു എടുക്കാച്ചരക്കായി അല്ലെങ്കിൽ ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ള രീതിയിലേക്ക്
ആൾക്കാർ വിചാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് അത്രയും പരിഗണന കൊടുത്താൽ മതി. പരിഗണന. ഈ രാഷ്ട്രീയം സാർ, ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം അതാണ്. ഇപ്പൊ ഇന്ന് സാറിന് അധികാരമുണ്ടെങ്കിൽ സാറിന്റെ വട്ടം മൊത്തം ആളും കാണും. ഈ സാറിന്റെ അധികാരത്തിന്റെ സമയത്ത് സാറിന് എന്തു തരാനും സാറിന്റെ കൂടെ മരണം വരെ കാണുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ സാറിന്റെ അകത്ത് നിന്ന് ആ അധികാരം മാറുന്ന ഒരവസ്ഥ വന്നാൽ അതുപോലെ ഇപ്പം എൻ്റെ അടുത്ത അധികാരം വന്ന് കഴിഞ്ഞ് പോരും, യാതൊരു കമ്മിറ്റ്മെൻറ്റും കാണത്തില്ല. അപ്പോൾ ഇതിന് ഉദാഹരണം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ 10 കൊല്ലം ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവായി. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളൊരു 4 വരി പഠിച്ചിട്ടുണ്ട്. സുഖത്തിലുണ്ടാകും സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്നുള്ള രീതിയിലാണ്. അതെ. അപ്പൊ ഇദ്ദേഹം ഈ 82 വയസ്സുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത പ്രാവശ്യം LDF അധികാരത്തിൽ വരുമോ UDF അധികാരത്തിൽ വരുമോ എന്നുള്ളതിനപ്പുറം പിണറായി വിജയൻ ഇനി ആ പോസ്റ്റിലേക്ക് വരത്തില്ല എന്നുള്ള കാര്യം ഏതൊരാൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ ഇരുത്തിയിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ അങ്ങ് ഇരുന്നോട്ട്, അല്ലെങ്കിൽ മറ്റൊരാളെ ഒരുപക്ഷെ CPM-ന്റെ ഗതികേടാണ് ഞാനീ പറയുന്നത്. 28 MLA-മാരുള്ള CPM-നകത്ത് ഒരു ഫയർ ബ്രാൻഡ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്തുമായാലും ഇങ്ങനെ എന്ത് ചെയ്താലും അതിനെതിരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ അതിനകത്ത് വിഷയമുണ്ടാക്കി ഇങ്ങനെ വിമർശിച്ച് ജനശ്രദ്ധ ആകർഷിച്ച് ഭരണം എത്ര നല്ലതായിട്ട് കൊണ്ടുപോയാലും അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് കാണിച്ച് മുന്നോട്ട് പോകും, തിരുത്തൽ വരുത്തി പോകുന്ന ഒരാൾ. അതായത് അങ്ങനെ നിൽക്കുന്ന ഒരാൾ വേണം. അതിനകത്ത് അതിൻ്റെ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം സതീശൻ ഇതിനകത്ത് വിജയിച്ചത്. അതിനു മുമ്പ് അതിനെക്കാട്ടി കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങളെടുത്ത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷെ ജനം ശ്രദ്ധിക്കാൻ ഇല്ലായിരുന്നു. പക്ഷെ സതീശന്റെ ശൈലി വേറെ ശൈലിയാണ്. ആ ശൈലി ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഇത് ആ ശൈലിയിൽ ജനത്തിന് താല്പര്യമുള്ളവർ ജനം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വേണം. അതിന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് 10 കൊല്ലം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളതും അല്ലെങ്കിൽ കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനും എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, സംസാരമൊക്കെ ശരിയുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹത്തെ വെച്ചിരിക്കുന്ന അതിനപ്പുറം പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരാൾ CPM-നകത്ത് MLA-മാരായിട്ടില്ല എന്നുള്ളതാണ് ഒരു കഷ്ടം. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം പ്രതിപക്ഷ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ ഞാനീ പറഞ്ഞ ബഹുമാനം കിട്ടാത്തതിനും ഇനി ആരും പരിഗണിക്കാത്തതിനും ഇനി ഇതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല, കൂടുതൽ ബഹുമാനിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇരുന്നപ്പം കൂടുതൽ അങ്ങ് നേളിച്ചതല്ലയോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യവും അഭിപ്രായവും ഒക്കെ ഉണ്ട്. അതായത് പിണറായി വിജയൻ ഒരു ചരിത്രമാകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ആളും ആരവും ഇല്ലാത്ത, ആരും ചോദിക്കാനും ഇല്ലാത്ത ഉള്ള ഒരു നേതാവായിട്ട് മാറുന്നു. അതായത് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് അങ്ങനെ, അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ. അല്ല, ഇതിന് പിന്നെ ഫ്ലൈറ്റ് മിസ്സായതിൻ്റെ പേരിൽ ഡൽഹിയിൽ പ്രതിഷേധവും നടത്തിയില്ലേ നമ്മുടെ A.A. റഹീമിന്റെ നേതൃത്വത്തിൽ? നടത്തേണ്ടതല്ലേ? അത് ആ രീതിയിലൊന്നും പ്രതിഷേധം നടത്താൻ. അല്ല, ഇവിടെ ED ആക്രമിച്ചവരല്ലേ? അല്ലേ സാറേ, ഇതിനകത്ത് കണ്ടില്ലേ ED ആക്രമിച്ച കേസിനകത്ത് ആദ്യം പിണറായി വിജയന് ഉണ്ടായിരുന്ന ഹൈപ്പ് വേണ്ടെന്ന് അവർ തീരുമാനിച്ചില്ലേ? കാരണം പിണറായി വിജയനാണെങ്കിൽ മതി. അതിൻ്റെ അർത്ഥം എന്ത്? പിണറായി വിജയന്റെ മകളാണെങ്കിലും ആരാണെങ്കിലും ഇടപെടുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്തിരുന്ന ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് നിന്ന് പിണറായി വിജയൻ പിണറായി വിജയൻ പ്രതിയാണെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം ED വരുമ്പോ തടയണോ, ED അടിക്കണോ. മകളാണെങ്കിൽ ആലോചിക്കേണ്ടെന്നുള്ള രീതിയിൽ കാര്യം എന്തെന്ന് ചോദിച്ചാല്, യജമാനൻ ജീവിച്ചിരിക്കുമ്പോ യജമാനന്റെ പട്ടി ചത്താലും അവിടെ യജമാനൻ ചത്താൽ അത്രയും ആള് വരത്തില്ല, പട്ടി ചത്താൽ ആള് വരും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലേക്ക് പരിഗണിക്കേണ്ട അവസ്ഥയിൽ ഇല്ല പിണറായി വിജയൻ. പിന്നെ പാർട്ടിക്കകത്തുനിന്ന് അഭിപ്രായം വന്നുകൊണ്ടാണല്ലോ രണ്ടാമത് ED വന്നപ്പോൾ ആരുമില്ലാഞ്ഞത്. അപ്പൊ പിണറായി വിജയന്റെ ഗ്രാഫ് താപ്പോട്ട് പോകുന്നു പാർട്ടിക്കകത്തും. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമാണ്. അപ്പം പിണറായി വിജയൻ ചരിത്രമാകുന്നു, അല്ലെങ്കിൽ ഇനിയും പിണറായി വിജയൻ ഒരു കാലമില്ല, ആളില്ല, ആരോമില്ല. ഇത് തന്നെയാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.